ഈശ്വരവിശ്വാസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് നമുക്കറിയാം ശബരിമലയിൽ പോലും അയ്യപ്പൻ്റെ വിഗ്രഹത്തിന് പോലും അവിടെ നമുക്ക് വിശ്വാസമില്ലാത്തില്ല. അപ്പം നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് തന്നെ നികുതി അടിസ്ഥാനത്തിൽ ഒരു വർഷം നമുക്ക് 1,00,000 രൂപ നികുതിയായിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് 24,000 രൂപ ഒരു ക്ഷേമ പെൻഷനായിട്ട് വീട്ടിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ക്ഷേമ പെൻഷനും കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പിന്നെ ഈ ഗവൺമെൻറ്റിന് എന്താണ് അവകാശപ്പെടാൻ പറ്റുന്നത്? അവരുടെ വികസനം എന്നതാണ്. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന് ഒരു പൊതുവായ ഒരു കാഴ്ചപ്പാട് ചെയ്തു എന്ന് പറയാൻ അവകാശപ്പെടാനില്ല. അപ്പം UDF വളരെ അനുകൂലമായിട്ട് അവർ ചെയ്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച ജനം ഒന്നിച്ച് വോട്ട് ചെയ്തതുകൊണ്ട് UDF വിജയിച്ചു. അപ്പോൾ UDF ഈ മത്സരിച്ച നേതാക്കന്മാരുടെ എല്ലാം അമിതമായ കഴിവ് കൊണ്ടൊന്നുമല്ല ജയിച്ചത്. ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ ഭരണത്തോടുള്ള വിരക്തി കൊണ്ടും നാട്ടിലുള്ള വികസനമില്ലായ്മ കൊണ്ടുമാണ് ജനം അനുകൂലമായി വോട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് 19-ാം വാർഡിലെ പുതുപ്പള്ളി 19-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായി വിജയിച്ച KB ഗിരീഷ് ചേട്ടനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ബ്ലോക്ക് പ്രസിഡൻറ്റുമാണ്. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അപ്പോൾ ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിലെ വിജയമൊക്കെ? തിരഞ്ഞെടുപ്പിലെ വിജയം നമ്മുടെ വാർഡിലെ കഴിഞ്ഞ 15 വർഷമായിട്ട് അവിടെ ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായിരുന്നു, ഇടതുപക്ഷ അംഗമായിരുന്നു. അപ്പോൾ നിലവിലവിടെ മത്സരിച്ച് നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ്. 15 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ആ വാർഡിലെ മെമ്പറാകാനും പഞ്ചായത്ത് പ്രസിഡൻ്റാകാനും അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 15 വർഷങ്ങൾക്ക് മുന്നേ ആ നാട്ടിൽ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഒരു മികവാണ് എനിക്കൊരു വിജയമുണ്ടാക്കാൻ സാധിച്ചത്. ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? 100% എനിക്ക് ആ വാർഡിൽ നിന്നുള്ള വിജയം പ്രതീക്ഷിച്ചിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന പീരീഡ് കഴിഞ്ഞതിന് ശേഷം 15 വർഷമായ ഇടതുപക്ഷത്തിൻ്റെ കൈ കിട്ടി. അവർക്ക് പഞ്ചായത്ത് ഭരണമുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, സംസ്ഥാന ഭരണം, ജില്ലാ ഭരണം, ബ്ലോക്ക് ഭരണം, എല്ലാ ഭരണം ഉണ്ടായിട്ടും ആ വാർഡിലെ ഒരു വികസന പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എനിക്കവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പഞ്ചായത്തിനെ കൊണ്ട് ആ വാർഡ് യാതൊരു വികസനവും സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവിടെയുള്ള ആൾക്കാരെ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചത്. അപ്പം നമുക്കറിയാം, കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ UDF വലിയൊരു വിജയമാണ് നേടിയത്. അപ്പം LDFൻ്റെ ഭരണം അട്ടിമറിച്ചുകൊണ്ടാണ് UDF ഈ വിജയം നേടിയത്, പുതുപ്പള്ളിയിലും അതുപോലെ കേരളത്തിലും മുഴുവനും. അപ്പം ഈ നിലവിലെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ കേരളത്തിലിപ്പം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇത്രയും ഒരു വൻ വിജയം കിട്ടുന്നത് ഒരു അട്ടിമറി വിജയമൊന്നുമല്ല. സ്വാഭാവികമായ ഒരു ഇലക്ഷൻ്റെ നടപടിക്രമത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തോടുള്ള ജനങ്ങളുടെ ഒരു വിരക്തി തന്നെയാണ്. അതവരുടെ സമസ്ത മേഖലകളിലും അവർക്ക് പരാജയം കഴിഞ്ഞാൽ അവർക്ക് സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരോഗ്യ മേഖലയിൽ സംസ്ഥാനത്തുള്ള പൊതു ആരോഗ്യ മേഖല, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ താലൂക്ക് ആശുപത്രി മുതൽ ജില്ലാ ആശുപത്രി മുതൽ നമ്മുടെ മെഡിക്കൽ കോളേജ് വരെയുള്ള ആശുപത്രികളിലെ വിദഗ്ധ ചികിത്സ കിട്ടുന്നതിന് വേണ്ടി മാസങ്ങളോളം കാത്തിരിക്കേണ്ട കാര്യങ്ങൾ വന്നു. അപ്പോൾ അവിടെ ഒരു സ്കാനിങ്ങിന് പോലും മെഡിക്കൽ കോളേജിൽ സ്കാനിങ് പോലും 6 മാസം താമസിക്കുന്നു. അപ്പോൾ അങ്ങനെ ചികിത്സകൾ വൈകുന്നതുകൊണ്ട് രോഗികൾക്ക് മരണം സംഭവിക്കുന്നു. വിദഗ്ധ ചികിത്സ പാവങ്ങൾക്ക് കിട്ടാത്തൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് ഈ വ്യക്തികൾക്കുണ്ടാകുന്ന കുടുംബങ്ങളുടെ വിദ്യാഭ്യാസ ചെലവും ചികിത്സാ ചെലവാണ്. അപ്പോൾ ആ ചികിത്സയുടെ മേഖലയിൽ ആ സേവനം സംസ്ഥാനത്തെ പരാജയമായിപ്പോയി, ആരോഗ്യ മേഖലയിൽ സമ്പൂർണ്ണ പരാജയമായിപ്പോയി. അപ്പം അതിൻ്റെ ഒരു വിജയം കിട്ടി. പിന്നെ വിദ്യാഭ്യാസ മേഖലയെന്ന് പറഞ്ഞാൽ, അപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷ യൂണിവേഴ്സിറ്റികൾക്ക് വൈസ് ചാൻസലർമാരില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോളേജുകൾക്ക് പ്രിൻസിപ്പൽമാരില്ല, കോളേജുകളുടെ നയങ്ങളും പരിപാടികളും അവതാളത്തിലായി, യഥാസമയം പരീക്ഷകൾ സമയത്ത് നടത്തുന്നില്ല. അപ്പോൾ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകൾ പോലും നടത്തിയിട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പോലും ക്യാൻസലാക്കി കൊടുക്കും. അപ്പം കേരളത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഈ ഭരണത്തോട് വിരക്തിയാണ്. കാരണം അവരെല്ലാം പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് പേരും നോക്കി ഇന്ന് ജോലി കിട്ടും നാളെ കിട്ടുമെന്ന് നോക്കിയിരുന്നവരുടെ റാങ്ക് ലിസ്റ്റുകളെല്ലാം ക്യാൻസലാക്കി. അങ്ങനെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കന്മാരുടെ പിന്തുണ ഈ സർക്കാരില്ലാതെ വന്നു. ആ മേഖലകളിലും പരാജയം വന്നു. പിന്നെ അവർക്ക് അവകാശപ്പെടാനായിട്ട് ഒരു മേഖലയുമില്ല. ഇടതുപക്ഷത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയില്ല, കാർഷിക മേഖലയില്ല, പൊതുമരാമത്ത് മേഖല, അവരുടെ ഈ PWDയുടെ റോഡുകളുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പരാജയം എന്ന് വെച്ചാൽ സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളുടെ കീഴിലുള്ള റോഡുകളും മറ്റ് PWD വർക്കുകളും എല്ലാം യഥാസമയം നടപ്പാക്കാൻ സാധിക്കാതെ വന്നു. നമ്മുടെ ഇപ്പം നമ്മൾ ഈ പുതുപ്പള്ളി പഞ്ചായത്തിനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പഞ്ചായത്ത് ഭരണസമിതി 5 വർഷം ഭരണത്തിലിരുന്നു. ഭരണത്തിൽ കയറി ആ സമയത്ത് ഈ പഞ്ചായത്തിലെ റോഡുകളെല്ലാം കുത്തിപ്പൊളിച്ചിട്ട് വാട്ടർ പൈപ്പ് ലൈനിടാം. 5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ റോഡുകളെല്ലാം ഗതാഗത യോഗ്യമല്ലാതായി കിടക്കും. പിന്നെ എങ്ങനെ ഈ നാട്ടിലെ ആൾക്കാർ ഇവർക്ക് വോട്ട് ചെയ്യും? അപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അടിസ്ഥാനപരമായിട്ട് വെള്ളവും വെളിച്ചവും വഴിയും
വഴി ഗതാഗത യോഗ്യമല്ലാതായി, 2 വീലറിന് പോലും യാത്ര ചെയ്യാൻ മേലാതെ. എന്ത് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നത്? പിന്നെ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇവർക്ക് സംസ്ഥാനത്ത് ഈശ്വരവിശ്വാസികൾ മുഴുവൻ പേരും UDF വോട്ട് ചെയ്തു. നിരീശ്വരവാദികളായിട്ടുള്ളവർ മാത്രമേ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുള്ളൂ. ഈശ്വരവിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് നമുക്കറിയാം, ശബരിമലയിൽ പോലും അയ്യപ്പൻ്റെ വിഗ്രഹത്തിന് പോലും അവിടെ നമുക്ക് വിശ്വാസമില്ലാത്ത, അവിടെ എന്തോ കോടികളുടെ സ്വർണ്ണപ്പാളി കട്ടളപ്പാളിയും എല്ലാം അടിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് അതിനെതിരെ ആ കൊള്ള നടത്തിയവരെക്കാളും വലിയ കുറ്റക്കാരായിട്ടാണ് അതിനെതിരെ പാരഡി ഗാനം എഴുതിയവരെക്കുറിച്ച് പറയുന്നത്. കൊള്ള നടത്തിയവരും നല്ലവരും, പാരഡി ഗാനം എഴുതിയവരും മോശക്കാരും എന്ന് പറഞ്ഞ്. അപ്പം അത് ഈശ്വരവിശ്വാസികളായിട്ടുള്ളവർ ഈ ഭരണം നടത്തുമായിരുന്നുവെങ്കിൽ ഈ ശബരിമലയിൽ ഇത് സംഭവിക്കത്തില്ല. നിരീശ്വരവാദികൾ ഭരണം നടത്തി. കമ്മ്യൂണിസ്റ്റുകാരനായ ആൾക്കാർ ദേവസ്വം മന്ത്രിയായിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളൊരു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാകുന്നു. അവർക്കെങ്ങനെ ഈശ്വരവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടു ആചാരങ്ങളുമായിട്ട് വിശ്വാസം വരും? അങ്ങനെ ഈശ്വരവിശ്വാസികളായിട്ടുള്ള മുഴുവൻ പേരും സംസ്ഥാനത്ത് ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് വോട്ട് ചെയ്തു. അതാണ് സംസ്ഥാന വ്യാപകമായിട്ട് മുഴുവൻ ജില്ലകളും ഇത്ര അനുകൂലമായി തരംഗം കിട്ടുന്നത്. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു വിലയിരുത്താനായിട്ട്, ഒരു ഭരണം എന്നതിനെക്കുറിച്ച് എന്ത് അവകാശപ്പെട്ടുകൊണ്ടാണ് അവർക്ക് വോട്ട് ചോദിക്കാൻ പറ്റുന്നത്? പിണറായി വിജയനിപ്പം ഇടതുപക്ഷത്തിന് ഈ 5 വർഷം 10 വർഷമായി ഭരണം അവസാനിക്കും. 10 വർഷം കൊണ്ട് ആരോഗ്യ മേഖല മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, കാർഷിക മേഖല, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത കാലഘട്ടം. ഇപ്പോൾ എന്തിനേറെ പറയുന്നു, 15 വർഷങ്ങൾക്ക് മുന്നേ റബ്ബറിൻ്റെ വില 200 രൂപ അടുത്തുണ്ടായിരുന്നു. 15 വർഷങ്ങൾക്ക് ശേഷമായി ഇപ്പോഴും 200 രൂപയിൽ കിടക്കുന്നു. അപ്പോൾ അതിനൊറ്റ ഒരു മറുപടി ഇടതുപക്ഷക്കാർക്ക് എന്ത് പറയാൻ സാധിക്കും? അതിന് അവർ കേന്ദ്രത്തിൻ്റെ ഇറക്കുമതി നയമാണ്, കേന്ദ്ര നയമാണ് എന്നൊക്കെ പറഞ്ഞാലും സംസ്ഥാനത്തെ ഈ കാർഷിക വിളയെ സംരക്ഷിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് എന്ത് നടപടി ചെയ്യാൻ സാധിച്ചു? അങ്ങനെ എല്ലാ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പോകാതെ, നമുക്ക് കേന്ദ്രം ചെയ്യുന്നതും നമുക്ക് ഗുണകരമല്ല. BJP സർക്കാരാണ്, അത് വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, രാജ്യം ഭരിക്കുന്നത് വർഗീയതയ്ക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ, സവർണ ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. അവരെ സംബന്ധിച്ചോളം വർഗീയതയ്ക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് അനുകൂലമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഏത് സംസ്ഥാനം ഭരിച്ചാലും അവരെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നോക്കും. പക്ഷേ എന്ന് പറഞ്ഞതുകൊണ്ട് സംസ്ഥാനത്ത് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ അവർ ചെയ്തില്ല എന്നുള്ളതാണ് അവർക്കുള്ള പരാജയ കാരണങ്ങൾ. ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്ത് റബ്ബർ വില പറഞ്ഞു, നമ്മൾ കൊപ്രയുടെ വില പറഞ്ഞു, ഏത് കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചു. ഇടതുപക്ഷത്തിന് ഒരു പൊതുസമൂഹത്തിൽ വന്നിട്ട് അവർക്ക് 1600 രൂപയുടെ പെൻഷൻ 2000 രൂപ ആക്കി എന്ന് അവകാശപ്പെടാനല്ലാതെ, ആ 2000 രൂപ കൊടുത്തത് എപ്പോഴും ഇലക്ഷൻ വരുമ്പോൾ 3 മാസം കുടിശ്ശിക കൊടുന്നു, 6 മാസം ചികിത്സിക്കാൻ മരുന്നില്ലാതെ ബുദ്ധിമുട്ടിയ സമയത്ത് 1600 രൂപ കൊടുത്തില്ല. ആ രോഗി മരിച്ചതിന് ശേഷമാണ് ആ 2000 രൂപ ആ വീട്ടിലെ അനന്തരാവകാശികളുടെ കൈ കിട്ടിയത്. കാര്യം ഞാൻ ഇലക്ഷൻ വരുന്നതിൻ്റെ തലേ ദിവസം ഒരു 14,000 രൂപ വീടുകളിൽ കൊണ്ട് എടുത്താൽ അവർക്ക് അനുകൂലമായി വോട്ട് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അപ്പോൾ ഈ 2000 രൂപ പെൻഷൻ കിട്ടിയപ്പോഴത്തേനും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, 2000 രൂപ വെച്ച് ഒരു വർഷം പെൻഷൻ കിട്ടിയാൽ 24,000 രൂപയെ കിട്ടുന്നുള്ളൂ. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നയം എന്നതാ, മുഴുവൻ നികുതികളാണ്. ഇപ്പം നമുക്ക് ലോട്ടറി കച്ചവടം നടത്തുക, ഇപ്പം മദ്യക്കച്ചവടം നടത്തുക, മദ്യത്തിൻ്റെ നികുതി, ലോട്ടറിയുടെ നികുതി, വെള്ളത്തിൻ്റെ നികുതി, കുടിവെള്ളത്തിൻ്റെ നികുതി, ബിൽഡിംഗ് ടാക്സ് നികുതി, കെട്ടിട നിർമ്മാണത്തിൻ്റെ ചട്ടങ്ങളുടെ നിയമങ്ങളുടെ ഭേദഗതി, കറണ്ട് ചാർജ് വർധനവ്. അപ്പോൾ ഇതെല്ലാം ഈ ഇടതുപക്ഷം വന്നതിന് ശേഷം ഈ വക കാര്യങ്ങളുടെ നികുതികൾ മാത്രം കൂട്ടിയാണ് ഭരണം നടത്തിയത്. അപ്പം നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് തന്നെ നികുതി അടിസ്ഥാനത്തിൽ ഒരു വർഷം നമുക്ക് 1 ലക്ഷം രൂപ നികുതിയായിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് 24,000 രൂപ ഒരു ക്ഷേമ പെൻഷനായിട്ട് വീട്ടിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ക്ഷേമ പെൻഷനും കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പോൾ നമ്മളെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് തന്നെ ഇവരുടെ ഒരു കാഴ്ചപ്പാടില്ലാത്ത വിദ്യാഭ്യാസ നയം. 57 ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സംസ്ഥാനത്ത് 7 സ്കൂളുകളും ഗവൺമെൻറ് സ്കൂളുകളും മാത്രമായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അത് ഇടതുപക്ഷക്കാരോടായ ആൾക്കാരോട്, ഭരണത്തിൽ ഇരിക്കുന്നവരോട് ചോദിക്കണം. 57 EMSൻ്റെ ഭരണം തുടങ്ങിയ സമയത്ത് കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 7 സ്കൂളുകളും അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളും മാത്രമേ ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പോൾ അന്ന് ഗവൺമെൻറ് അവർക്ക് ശമ്പളം കൊടുക്കാനും മറ്റ് അവരെ സ്ഥാപനങ്ങളെ നിലനിർത്തുവാൻ വേണ്ടി സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ തന്നെ തുക ഉൾപ്പെടുത്തി ചെയ്തു. 57 കഴിഞ്ഞു, 80 വരുന്നു, 2000 കഴിഞ്ഞപ്പോഴത്തേന് സംസ്ഥാനത്തെ വിദ്യാഭ്യാസമുള്ളവർ 80% അൺഎയ്ഡഡ് സ്കൂളിലാണ് പഠിക്കുന്നത് വിദ്യാഭ്യാസം. അപ്പോൾ അൺഎയ്ഡഡ് സ്കൂളിലെ വിദ്യാഭ്യാസക്കാരാണ് കേരളത്തിലെ 80% വിദ്യാർത്ഥികൾ. 80% വിദ്യാർത്ഥികൾക്ക് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ 20% വേണ്ടിയാണ് നമ്മുടെ ബഡ്ജറ്റിൽ ആകെ 2 ലക്ഷം കോടി രൂപ മാത്രമേ ഉള്ളൂ. ബഡ്ജറ്റിൽ ഏകദേശം 2 ലക്ഷം കോടി രൂപ മാത്രമേ അടുത്തുള്ളൂ.
അതിൽ 67,000 കോടി രൂപയെന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും വേണ്ടി ചെലവഴിക്കുന്നു. ഈ ബഡ്ജറ്റിൻ്റെ 1/3 ചെലവഴിക്കുന്ന ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ 67,000 കോടി രൂപ ചെലവഴിക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ എത്ര പേരുണ്ടെന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ വിവേക ബുദ്ധി ഈ കാഴ്ചപ്പാട് ഈ സർക്കാരിന് ഇല്ലാതായിപ്പോയി. 67,000 കോടി രൂപ മുടക്കിയിട്ട് 20% കുട്ടികൾക്ക് മാത്രമാണ് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്. അതും വളരെ അശാസ്ത്രീയമായ കാര്യങ്ങളും. ഗവൺമെൻറ് സ്കൂൾ, എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാഭ്യാസക്കാരുടെ ആവറേജ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് 1 ലക്ഷം രൂപ ചിലവാകുന്നുണ്ട് ഒരു വർഷം. 1 ലക്ഷം രൂപ, 1,4 ലക്ഷം രൂപ വിദ്യാഭ്യാസ ചെലവിന് സർക്കാരിന് ചിലവാകുന്നുണ്ട്. അവരെ ആ കുട്ടികൾക്ക് ഈ ഒരു വിദ്യാഭ്യാസ സഹായം എന്ന നിലയിൽ കുട്ടികളിലൊക്കെ ഫീസ് അണ്ണയുടെ സ്കൂളിൽ അവരെ പോയി പഠിപ്പിക്കുക. സർക്കാർ ഫീസ് കൊടുത്താലും 20,000 24,000 രൂപ കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഗുണനിലവാരമില്ലാത്ത വിദ്യാഭ്യാസം നടത്തി. അപ്പോൾ അതിന് ഒരു ഗുണനിലവാരമില്ല എന്ന് പറയുന്നതിനെക്കുറിച്ചൊരു കണക്കുണ്ട്. നമ്മുടെ കേരളത്തിലെ അൺഎയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ +2 കഴിഞ്ഞ് മുന്നോട്ട് വിദ്യാഭ്യാസം പോകുന്നവർ 99% ആൾക്കാരും അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്നവർ +2 പാസ്സായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെൻറ് സ്കൂളുകളിലും 70% താഴെ മാത്രമേ ഉള്ളൂ +2 കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നവർ. വിദ്യാഭ്യാസക്കാർ മുന്നോട്ട് പോകുന്നത് 70% താഴെ മാത്രമേ ഉള്ളൂ. അപ്പം ബാക്കി ഈ 30% ഗുണനിലവാരമില്ലാത്തതുകൊണ്ട് പറ്റുന്നതല്ലേ. അപ്പോൾ ഇതൊന്നും ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാടോ ചിന്താഗതിയോ വിദ്യാഭ്യാസ മേഖലയ്ക്കില്ല. കാർഷിക മേഖലയെ സംബന്ധിച്ച് നമുക്കിവിടെ നമ്മുടെ ഈ വീട്ടുപരിസരങ്ങളിലെ ഭൂമികളെല്ലാം ഉണ്ട്. അത് നമുക്ക് കാർഷികമായിട്ട് ഉൽപ്പാദനക്ഷമത ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല. കാഴ്ചപ്പാടില്ലാത്തൊരു ഭരണസമിതിയുടെ കഴിവുകേട് കൊണ്ട് സംസ്ഥാനത്ത് സംഭവിക്കുന്നതാണ് കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥ. ഭൂമിയെല്ലാം താഴെ കിടപ്പുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ഉള്ള പണികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പണികൾ ചെയ്യുമ്പോൾ അതിനൊരു പ്ലാനിങ്ങോടുകൂടി ആ കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ ഈ പറമ്പുകളിലൊക്കെ ഈ അടിസ്ഥാന കൃഷിക്ക് ഭൂമി ഒരുക്കി കൊടുക്കുന്നതിന് തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള പണിക്കാരെ ചെലവഴിപ്പിക്കാം. കേന്ദ്രത്തിന് നിയമമുണ്ട്. ആ നിയമത്തിന് അതിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ തരിശായി കിടക്കുന്ന നമ്മുടെ ഭൂമികളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്നും ഒരു പദ്ധതികളൊന്നും തയ്യാറാക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഈ ഗവൺമെൻറ്റിന് എന്താണ് അവകാശപ്പെടാൻ പറ്റുന്നത്? അവരുടെ വികസനം എന്നതാ? അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന് ഒരു പൊതുവായ ഒരു കാഴ്ചപ്പാട് ചെയ്തു എന്ന് പറയാൻ അവകാശപ്പെടാനില്ല. അപ്പം UDFന് വളരെ അനുകൂലമായിട്ട് അവർ ചെയ്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച ജനം ഒന്നിച്ച് വോട്ട് ചെയ്തതുകൊണ്ട് UDF വിജയിച്ചു. അപ്പോൾ UDFിലെ ഈ മത്സരിച്ച നേതാക്കന്മാരുടെ എല്ലാം അമിതമായ കഴിവ് കൊണ്ടൊന്നുമല്ല ജയിച്ചത്. ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ ഭരണത്തോടുള്ള വിരക്തി കൊണ്ടും നാട്ടിലുള്ള വികസനമില്ലായ്മ കൊണ്ടുമാണ് ജനം അനുകൂലമായി വോട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഭരണമാണ് നമുക്ക് കിട്ടിയതെന്നാണ് വിശ്വാസം. നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് എത്ര ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് 100-ലധികം സീറ്റുകൾ കോൺഗ്രസിന് കിട്ടും. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ച് അഭിപ്രായമുണ്ട്? എന്നതിനെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി തീരുമാനമെടുക്കുന്നതിന് സാധിക്കുന്നില്ല. അതിലെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കോൺഗ്രസിൻ്റെ നേതൃനിരയിലുള്ള നേതാക്കന്മാരിൽ ഏറ്റവും കഴിവുള്ള നേതാക്കന്മാരായിരിക്കും മുഖ്യമന്ത്രി. 100% ഉറപ്പാണ്. കേരളത്തെക്കുറിച്ച് ശരിയായ പഠനം നടത്തിയിട്ടുള്ളവരും കേരളത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരെക്കുറിച്ച് ആയിരിക്കും. കേരളത്തിലെ 14 ജില്ലകളെക്കുറിച്ചും ധാരണയുള്ളവരായിരിക്കും. കേരളത്തിലെ കാർഷിക മേഖലകളെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലകളെക്കുറിച്ചും പൊതുസമൂഹത്തിൻ്റെ പരാജയം എന്താണെന്നതിനെക്കുറിച്ചുമൊക്കെ വിലയിരുത്തലുള്ള നേതാക്കന്മാരായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്.